നമസ്കാരം പ്രിയപ്പെട്ടവരെ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ സ്വകാര്യ ബസ് മേഖലയെ തകർത്ത ഇടതുപക്ഷ സർക്കാരിന് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വകാര്യ ബസ് തൊഴിലാളികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ടില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധർ നൽകിയ എച്ചിന് വാങ്ങി നക്കിയിട്ട് ഇടതുപക്ഷ സർക്കാരിനെതിരെ നുണകൾ പടച്ചുവിട്ട് കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് ബസ് ഉടമകളെയും എല്ലാ പ്രൈവറ്റ് ബസ് തൊഴിലാളികളെയും ഞാൻ പറയില്ല, മാന്യമായിട്ട് ജോലി ചെയ്ത് മാന്യമായിട്ട് കിട്ടാനുള്ളത് കിട്ടിയിട്ട് എല്ലിനിടയിൽ കയറിയ ചില ബസ് ഉടമകളും ചില ബസ് തൊഴിലാളികളും കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അടിച്ചു പൊളിച്ച് പടക്കം പൊട്ടിച്ച് പായസം വെച്ച് ആഘോഷിച്ച അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയുമ്പോൾ കരയണോ ചിരിക്കണോ എന്നാണ് കേരളത്തിലെ പൊതു സംസാരം. എന്തായാലും ആ ഹൃദയം പൊട്ടുന്ന നിലവിളി നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രി കേട്ടു എന്നല്ലാതെ അതിന്റെ ഒരു കൃത്യമായ മറുപടി ഞങ്ങൾക്ക് ഇന്ന് ലഭിച്ചിട്ടില്ല. ഈ ഓണത്തിന് മുമ്പായി സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ ഇപ്പം നിലവിലുള്ളതിൽ പകുതിയിലധികം ഓടാൻ കഴിയാതെ, ഡീസൽ അടിക്കാൻ കഴിയാതെയും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാതെയും അത്യാവശ്യമുള്ള അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ കഴിയാതെ നിർത്തിയിടുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ തന്നെ പല ബസ്സുകളും പകുതി ട്രിപ്പുകളെ ഓടുന്നുള്ളൂ. കമ്മീഷന്റെ സിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും സംസ്ഥാനത്ത് ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സംസ്ഥാനത്തെ 70-ലധികം ബസ് യാത്രക്കാരുടെ യാത്രാ സംവിധാനം നിറവേറ്റുന്ന സ്വകാര്യ ബസ്സുകൾ ഇനിയൊരു 3 മാസം കൂടി നിൽക്കേണ്ടി വന്നാൽ ഈ സംസ്ഥാനത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. ഒന്ന് കരയാൻ തോന്നുന്നുണ്ടോ? ഒന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ പൊട്ടിക്കരയാൻ തോന്നിയാൽ പൊട്ടിക്കരയണം, പിടിച്ചു വെച്ചേക്കരുത്. അത് ഹൃദയത്തിന് ദോഷം ചെയ്യും. പുറത്തു പോകാനുള്ള കണ്ണുനീർ അവിടെ കെട്ടിക്കിടന്ന് മൈഗ്രെയിൻ ഉണ്ടാകും. അതുകൊണ്ട് കരയേണ്ട സമയത്ത് കരയുക തന്നെ വേണം. അതായത് ഈ ഇബിലീസ്, ഷെയ്ത്താൻ, ചെകുത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കാൻ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അവർ നമ്മുടെ മുമ്പിൽ പല രൂപത്തിലും പല ഭാവത്തിലും പല വേഷത്തിലും പലതും ഓഫർ ചെയ്തൊക്കെ വരും. അപ്പോൾ അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ, സത്യമുണ്ടോ അസത്യമുണ്ടോ, നന്മയുണ്ടോ തിന്മയുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള വകതിരിവും ബുദ്ധിയും വിവേകവും തലച്ചോറും മനുഷ്യനുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ. അങ്ങനെ ചിന്തിക്കാതെ എന്തെങ്കിലും നക്കാപ്പിച്ചകൾ എറിഞ്ഞു തരുമ്പോൾ അതും വാങ്ങി പോക്കറ്റ് ഇട്ടിട്ട് ചെകുത്താൻ്റെ പുറകെ പോയാൽ ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും. സാധാരണ മനുഷ്യരുടെ ദുഃഖം കാണുമ്പോൾ നമുക്കും ദുഃഖം വരേണ്ടതാണ്, സങ്കടം വരേണ്ടതാണ്. പക്ഷേ എന്തോ മെയ് 4-ാം തീയതി പടക്കവും മേടിച്ച് പൊട്ടിച്ച് പായസവും വെച്ച് അർമാദിച്ച ഇവരുടെ സങ്കടം കേൾക്കുമ്പോൾ സത്യത്തിൽ ദുഃഖവും വരുന്നില്ല, സങ്കടവും വരുന്നില്ല, വിഷമവും വരുന്നില്ല. ആകെ വരുന്നത് പൂക്കി ചുവന്ന കരങ്ങളോടെ പൂക്കി ചുവന്ന കരങ്ങളോടെ. കൈയടിക്കടാ സഖാക്കളെ. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും നന്മകൾ നേരുന്നു.